കണ്ണൂർ വാണിയപ്പാറ തട്ടിൽ പള്ളി സെമിത്തേരിയിലെ കല്ലറ തുറന്നു പരിശോധിക്കുന്നു. 2015 സംസ്കരിക്കപ്പെട്ട ജെയിംസിന്റെ ഭാര്യ പരിശോധനയ്ക്ക് എത്തി. ഈ കല്ലറയിൽ നേരത്തെ മൃതദേഹമെന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തിയിരുന്നു. സി കെ വിജയൻ വിവരങ്ങളുമായുണ്ട്. സി കെ വിജയൻ, എന്താണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നതിന് പിന്നിലെ സംഭവം? വിവരങ്ങൾ എന്താണ്? പള്ളി അതിശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഒരേ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണം എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഫാദർ ഉള്ളത്, അതായത് പള്ളി വികാരി ഉള്ളത്. അക്കാര്യം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അതിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്നും അത് ദുരൂഹത നീക്കുന്നതിന് ഇതല്ലാതെ മറ്റ് പോംവഴികളില്ല എന്നും അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായും നേരത്തെ ഈ കല്ലറയിൽ നേരത്തെ 2 തവണയായി, അതായത് 2006-ലും 2015-ലുമായി കല്ലറയിൽ അടക്കിയ 2 കുടുംബങ്ങളുടെ 2 പേരുടെ കുടുംബാംഗങ്ങളും വന്ന് ഈ കല്ലറയിൽ ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളെ അടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ കൂടിയും അതുപോരാ, പകരം ഈ ഒരു കല്ലറയിൽ എങ്ങനെ 2 മൃതദേഹം വന്നു എന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നു. അതുകൊണ്ട് തുറന്ന് പരിശോധിക്കണം എന്ന ശക്തമായ നിലപാടാണ് ഇപ്പോൾ പള്ളി വികാരി സ്വീകരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപ് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഈ സ്ഥലത്തെത്തുകയും അതോടൊപ്പം നേരത്തെ ഈ 2015-ൽ മൃതദേഹമടക്കിയ ജെയിംസിന്റെ ഭാര്യ അന്നമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് ഈ സ്ഥലം പരിശോധിച്ചു. ഈ കല്ലറ തിരിച്ചറിഞ്ഞു. അവർ അന്ന് അടക്കിയത്, തൻ്റെ ഭർത്താവിനെ അടക്കിയത് ഇതേ കല്ലറയിലാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടും കാര്യമില്ല. ആര് തിരിച്ചറിഞ്ഞാലും ഒരു കല്ലറക്കുള്ളിൽ 2 മൃതദേഹങ്ങൾ വന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ തുറന്ന് പരിശോധന ആവശ്യമാണ് എന്ന രീതിയിലുള്ള ഉറച്ച നിലപാട് ഇപ്പോഴും പള്ളി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വികാരി സ്വീകരിക്കുന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണ്. അതായത് മറ്റെന്തോ ദുരൂഹത അതിനകത്തുണ്ട്, എങ്ങനെ ഇതിനകത്ത് 2 മൃതദേഹം വന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു മൃതദേഹത്തിൻ്റെ രൂപം അവിടെ കാണുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കില്ല, പ്ലാസ്റ്റിക് മാറ്റി മാത്രമേ മൃതദേഹം സംസ്കരിക്കൂ എന്നതായിരുന്നു ഒരു സംശയം. രണ്ടാമത് ഫാദർ ഉൾപ്പെടെ പറയുന്നത്, ഈ പള്ളി വികാരി ഉൾപ്പെടെ പറയുന്നത്, ഒരു മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് മറ്റൊരു മൃതദേഹം സംസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുകയും അവിടെ മണലും മറ്റും ഇട്ട് തുണി വെച്ച് മറച്ച് അതിനുശേഷം മാത്രമേ മറ്റൊരു മൃതദേഹം സംസ്കരിക്കൂ എന്നാണ്. പക്ഷേ ഇവിടെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ പ്രശ്നമുണ്ട്, ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തുറന്ന് പരിശോധന വേണം. അതാണ് നിലപാട്. വിവരങ്ങൾ പങ്കുവച്ചത്.